മോർണിംഗ് അമൽ, ഹാപ്പി ഓണം. ശരത് സിന്ദൂരി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആളുകളൊക്കെ രാവിലെ അമ്പലത്തിലേക്ക് കാര്യമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും ഓണം തുടങ്ങണം എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ പോയി വന്നിട്ട് ഓണം തുടങ്ങണമെന്ന് പറഞ്ഞവരുണ്ട്. സദ്യയെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ വീട്ടിലെല്ലാം സദ്യ ഒരുങ്ങും എന്ന് പ്രതീക്ഷ നിൽക്കുന്നവരുണ്ട്. അമലു ഇന്ന് ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ നിൽക്കുന്ന ലൈനുണ്ട്. അതിന് തയ്യാറായി നിൽക്കുകയാണ്. അമൽ, പറയൂ, എന്താണ് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ ആളുകൾക്കിടയിൽ നിന്ന് ഈ ഓണം ഏത് മൂഡിലാണ് ഇപ്പോൾ? ഞങ്ങൾ ആ കാഴ്ചകൾ അവിടുത്തെ അല്ലേ അതെ ഓണദിനം ഒന്ന് കാണും. ഓണത്തിൻ്റെ ആ പോസിറ്റീവ് വൈബിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു സന്തോഷമുണ്ട്, ഒരു പോസിറ്റീവ് വൈബുണ്ട്. അവർ നിരവധി പേരുമായി നമുക്ക് സംസാരിക്കാനൊക്കെ ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ. ആ ഒരു പോസിറ്റീവ് വൈബിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉള്ളത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തൃക്കാക്കരയെ സംബന്ധിച്ച് അത് വലിയ ഒരു ഉത്സവമാണ് എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. രാവിലെ ഏകദേശം ഒരു 5 മണി 5:30 തന്നെ ഇവിടേക്ക് ഭക്തജനങ്ങളുടെ ഒരു തിരക്കൊരു ഒഴുക്ക് ഉണ്ടാകാറുണ്ട്. അതങ്ങനെ നിലയ്ക്കാതെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഉച്ച വരെ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. അതായത് കേരളത്തിൽ വാമനെ പ്രധാന പ്രതിഷ്ഠയായി ആചരിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ഏക ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ വാമനെ പ്രധാന പ്രതിഷ്ഠയായി പൂജിക്കുന്നുള്ളൂ. അതിലും ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ക്ഷേത്രം. ഒരുപക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഒരു സംശയമുണ്ടാകും, ഈ ഓണത്തിൽ വാമനെ പ്രധാന പ്രതിഷ്ഠയായി പൂജിക്കുന്ന ക്ഷേത്രത്തിൽ എന്തിനാണ് ഇത്ര തിരക്ക് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ മഹാബലി അല്ലെങ്കിൽ വാമനൻ ഇവർക്ക് രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഐതിഹ്യങ്ങൾ ഒക്കെ അറിയാം. ആ ഐതിഹ്യത്തിൽ മഹാബലിയെ വാമനാണ് ചവിട്ടി താഴ്ത്തുന്നതെങ്കിലും അവിടെ മഹാബലി വാമനോട് കാണിച്ച ആ ഒരു ബഹുമാനം, അതാണ് ഈ ഒരു അമ്പലത്തിന് പിന്നിലെ ഐതിഹ്യത്തിൽ പ്രധാനമായി നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ വാമന് ഇവിടെ വലിയ പ്രാധാന്യം ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് മഹാബലി പൂജിച്ച ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം ആ ശിവന്റെ ആ പ്രതിഷ്ഠയുടെ ഭാഗത്തേക്ക് വരണം. പിന്നീടാണ് ഇവിടെ ഈ വാമനമൂർത്തിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കേണ്ടത്. ഇത്തരത്തിൽ വലിയ ഒരു തിരക്ക് തന്നെ ഇവിടെ ഉണ്ട്. ഒപ്പം ഇന്ന് പ്രധാനമായും ചില ചടങ്ങുകൾ, ഏറ്റവും ആദ്യം രാവിലെയോടുകൂടി തന്നെയാണ് ഇവിടെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങുള്ളത്. അവിടെ വാമന്റെ രൂപം കെട്ടി ഒരു കുട്ടിയും പിന്നീട് മറ്റ് വാദ്യഘോഷങ്ങളോടുകൂടിയാണ് ഈ എതിരേൽക്കുന്ന ചടങ്ങ് നടക്കുക. അതിനുശേഷം 9 ആനകളോടുകൂടിയുള്ള ശീവേലി ഉണ്ടാവും. പിന്നീട് 10:30 തന്നെ ഓണസദ്യ ആരംഭിക്കും എന്നുള്ളതാണ്. ഏകദേശം 20,000-ഓളം പേർ ഈ ഓണസദ്യയുടെ ഭാഗമാവും. പിന്നീട് ഏറ്റവും അവസാനമായി ഓണത്തിൻ്റെ ആ കൊടി ഇറങ്ങും. അതോടുകൂടി ഓണാഘോഷങ്ങൾ അവസാനിക്കുകയും ചെയ്യും. നിലവിൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളത്. വളരെ 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 സമഗ്രമായി തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓണ ഐതിഹ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഉൾപ്പെടുന്നത്, അവിടുത്തെ ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, അവിടേക്ക് ആളുകൾ എത്തുന്നതിന്റെ ദൃശ്യങ്ങളും എല്ലാം വളരെ കാര്യമായി പഠിച്ച് നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കായി പങ്കുവച്ചു.